കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ സംഘി എന്നാണ് വിളിക്കുന്നത്. എന്താ പിന്നെ എന്നെ കൊങ്ങി എന്ന് വിളിക്കാതെ എല്ലാവരും സംഘി എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ 3 വർഷം കൊണ്ട്? അത്തരം മനോരോഗികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തോറ്റുവരാം. ഇപ്പം മത്സരിക്കാൻ നിൽക്കുവാണ് ഈ ഇലക്ഷൻ. ഇതെന്നാ ചോദ്യം? ഈ ഇലക്ഷനിൽ അപ്പോൾ എന്താണ് ഈ ആൾക്കാരോട് പറയാനുള്ളത്, ജനങ്ങളോട്? ജനങ്ങൾക്ക് ഏറ്റവും മികച്ച തീരുമാനം എടുക്കാനുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധമാണ് അവരുടെ ചൂണ്ടുവിരലിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച തീരുമാനം വളരെ ആലോചിച്ച് ചിന്തിച്ചും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന എടുക്കൂ എന്ന് മാത്രമേ ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അഖിലേട്ടൻ ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങാണ് അഖിലേട്ടൻ്റെ പേരിൽ വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല. അവർക്ക് പറയാനുള്ളതെല്ലാം ഇവർക്ക് പറയാം. പക്ഷേ ആ പറയുന്ന വിഷയത്തിൽ കഴമ്പുണ്ടോ എന്ന് മാത്രമേ ഞാൻ പരിശോധിക്കാറുള്ളൂ. ഈ ഒരു 50% കാര്യങ്ങൾ ഞാൻ പറയാത്തതിനെ ഓരോരുത്തർ വളച്ചൊടിച്ച് എഴുതി വിടുന്നതിന് എനിക്കൊരിക്കലും ഉത്തരം പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ എല്ലാവർക്കും ജീവിക്കാൻ കണ്ടൻറ്റൊക്കെ വേണ്ടേ? വായിത്തു ആരെങ്കിലും പറ്റി പറയുന്നു, റിയാക്ഷൻ കിട്ടുന്നു, കാരണം നിങ്ങൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നു, നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്നു, എനിക്കും സന്തോഷം. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലല്ലോ ഇലക്ഷൻ നിൽക്കുന്നത്, ഇപ്പം തൃക്കാക്കരയിലാണ് നിൽക്കുന്നത്. അപ്പം സ്വന്തം മണ്ഡലത്തിൽ നിന്നിരുന്നെങ്കിൽ വിജയിക്കാനുള്ളൊരു സാധ്യത വളരെയേറെ കൂടുതലായിരുന്നു. സ്വന്തം ഇപ്പം കൊട്ടാരക്കരയെ സംബന്ധിച്ച് എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലകളിൽ ഞാൻ കണ്ട എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ പരിചയക്കാർ, അപ്പോൾ അവരൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചാടി ഇറങ്ങാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയാണ്. അതുപോലെ തന്നെ ഒരു 40,000-50,000 വോട്ടർമാരെ എനിക്ക് നേരിട്ടറിയാമല്ലോ. ഞാനിങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലുള്ള മനുഷ്യരല്ലേ ഇവരെല്ലാവരും. അതുകൊണ്ട് കൊട്ടാരക്കരയെ സംബന്ധിച്ച് എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിക്കുകയോ തോക്കുക എന്നുള്ളതല്ല, എനിക്ക് അവിടെ പ്രവർത്തിക്കാനും. ഇനി തോറ്റെന്ന് തന്നെ വെച്ചോ, തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ അല്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും നടന്നിട്ട് പോയി എന്തെങ്കിലും കൊച്ചു പ്രശ്നങ്ങളുണ്ടാക്കും. പ്രശ്നങ്ങളുണ്ടായി കഴിയുമ്പം നിങ്ങൾ അതിനകത്ത് കയറി ഇടപെടുന്ന സമയത്ത് ഒരുത്തരം നിങ്ങൾക്ക് വില വരത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴേ ഈ മൊബൈൽ എടുത്ത് ജോയിൻ ചെയ്ത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലും. അപ്പം ഈ മൊബൈൽ നിങ്ങൾക്ക് നൽകുന്നൊരു ധൈര്യമുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ 4 പേര് കാണുന്നൊരു ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ധൈര്യമാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല. ഓരോരുത്തന്മാർ എഴുതി വിടുന്ന കണ്ടു ഞാൻ കോൺഗ്രസ്സിലായിരുന്നു. അത് ഏത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഏത് മെമ്പറായിരുന്നു എന്നായി പറഞ്ഞു. 2015 ശേഷം എനിക്ക് ഒരു കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കോൺഗ്രസിൻ്റെ വേദികളിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനാകുമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊപ്പം ഞാൻ ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്പീക്കർ ഷംസീറുമായിട്ട് കണ്ണൂർ ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി ജോയി ആയിട്ട് ഞാൻ പ്രോഗ്രാമുകൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. സുനിൽകുമാർ സഖാവുമായിട്ട് ഞാൻ പ്രോഗ്രാമുകൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ തന്നെ നമുക്ക് പാർട്ടി മെമ്പർഷിപ്പ് തരുമെങ്കിൽ ഞാൻ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പാർട്ടിയിലെ മെമ്പറായിരിക്കും. അപ്പോൾ ഈ 2020 വരാനുണ്ടായ ഒരു കാരണം എന്താണ്? പലരും പറയുന്നത് ഇപ്പോൾ 2020 കാശ് കൊടുത്തിട്ടാണ് സെലിബ്രിറ്റീസിനെ ഇറക്കുന്നത് എന്നുള്ളൊരു സംസാരം. കുറേ ആൾക്കാരും ഈ പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിലാണെങ്കിലും സീരിയലിലുള്ള ആൾക്കാരും. അതിപ്പം ബിഗ് ബോസിൽ പോയി എന്ന് പറയുന്നത് ഒരു മഹാപരാധമൊന്നുമല്ല. ബിഗ് ബോസിൽ പോയിട്ടുള്ളവർക്ക് മറ്റു പല മേഖലകളിലും അവർ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായതുകൊണ്ട് ചിലർ ബിഗ് ബോസിൽ പോയിട്ടുള്ളത്. ബിഗ് ബോസിൽ ഇപ്പം മലയാള സിനിമയിൽ ലാലേട്ടനുണ്ട്, മമ്മൂട്ടിയുണ്ട്. മലയാള സിനിമയിൽ നശിച്ചു പോയിട്ടുള്ള ആൾക്കാരില്ലേ? നായകന്മാരായി അഭിനയിച്ചിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോയ ആൾക്കാരില്ലേ? അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ ആര് പോയി എന്നുള്ളതൊന്നുമല്ല. ഏതൊരു പ്ലാറ്റ്ഫോമിൽ ആര് പോയാലും ആ പോയ ആൾക്കാർ അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്, ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വാധീനം എന്താണ്. അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ വരികയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ മത്സരിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നതിന് നമുക്കതിനെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അവരുടെ ജീവിതത്തിലല്ലേ നഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പോൾ 2020 പിന്നെ നിങ്ങൾ പൈസയുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു മരിക്കും. കാരണം ചിലവിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും അതായത് ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ചുമ്മാതെ അബദ്ധധാരണകളും വിവരക്കേടുകളും മാത്രമാണ്. അതിനകത്തൊന്നുമില്ല. നമ്മളിപ്പോൾ ഞാൻ 2020 പോകുന്നത് എൻ്റെ സിനിമ എടുത്ത സമയം മുതലേ 2020 മുന്നോട്ട് വയ്ക്കുന്നൊരു പൊളിറ്റിക്കൽ ആശയം എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമുള്ളൊരാശയമാണ്. എൻ്റെ സിനിമ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. 3 രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുന്ന ഒരാളുടെ കഥയാണ് സിനിമയെ പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് 2020 പോകുന്നത്. അവർ NDAയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പുറത്ത് കിട്ടും. നമുക്ക് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനപരമായ കാര്യങ്ങൾക്കും കേരളത്തിൽ ഇപ്പം ഈ ചെറുകിട വ്യവസായ മേഖല MSME എന്ന് പറയും. ഈ MSMEയിൽ ഒരു ചെറിയ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഡയറക്റ്റ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്താലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരന് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ, സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഇലക്ഷൻ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പോകണം ആദ്യത്തെ എന്തെങ്കിലും ഒരു അവരെ പറ്റിക്കാതിരിക്കുക എന്നതേ ചെയ്യാൻ പറ്റും.
ഒരു ഉറച്ചു നിലപാടിൽ ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിത്വം. എടാ ഇത് കുറേ നാളുകൊണ്ട് കുറേ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഒരു വിഷയം പറയാം. ബിജെപിയിലേക്ക് സീറ്റ് കിട്ടിയ സമയം ഒരു വിഷയം പറയടാ. അതാ പറഞ്ഞ നിലപാട് മാറ്റണമെങ്കിൽ ഒരു നിലപാട് ഞാൻ അന്ന് പറഞ്ഞതും പിന്നെ പറഞ്ഞതും രണ്ടാവണ്ടേ? അത് ഏതാന്ന് പറ. അഖിലേട്ടൻ്റെ ഇതിനകത്ത് മെയിനായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും തെറ്റും അതുപോലെ തന്നെ നല്ലതും പറഞ്ഞ രീതിയിൽ പല കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ച സംഗീത. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ സംഗീതാന്ന് വിളിക്കുന്നത്. എന്താ പിന്നെ എന്നെ കൊങ്ങിന്ന് വിളിക്കാതെ എല്ലാവരും സംഗീന്ന് വിളിക്കുന്നത് കഴിഞ്ഞ 3 വർഷം കൊണ്ട്? ബിജെപിയിലേക്ക് വന്ന സമയത്താണ് അതിപ്പോഴാണ്. BJP ഞാൻ വന്നിട്ടില്ല. ഞാൻ 2020 വരുന്നു. NDAയുടെ മുന്നണിയുടെ ഭാഗമാണ്. ഇനി ഞാൻ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയുന്നത്. ഇതിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഉറച്ച നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. 3 വർഷം കൊണ്ട് സംഗീതം വിളിച്ച് ഞാനിപ്പോ ഉറപ്പിക്കല്ലടാ ചെയ്തത്. വയനാട് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ല. അതിൽ കുറെ വയനാട് വീട് കേരളത്തിൽ വാഗ്ദാനം ചെയ്ത ഒരാൾ പോലും വെച്ച് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരാണ്. അവിടെ വെച്ച് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ ഭൂമി ലഭ്യമാക്കണമായിരുന്നു. സർക്കാർ അവരോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണോ? ഇയാൾ ഒരു കള്ളന്മാരായതുകൊണ്ടല്ലേ നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുക. അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും പല മുതലാളിമാരും പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് ചെയ്യാമെന്ന്. അത് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞിട്ടുണ്ട്, യൂസഫ് അലിയും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു 750-800 വീടുകൾ പല ആൾക്കാരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് ഇവരെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അറിയുന്നില്ല. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ കൂടെ നിൽക്കണം. അതിന് പകരം പൈസ കഴിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ ആവശ്യം വയനാട്ടിലെ ജനതയ്ക്കാണ്. സർക്കാർ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നില്ല, ഞങ്ങൾക്ക് അവിടെ വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടുകാരാണ് പ്രശ്നം ഉണ്ടാകുന്നത്. വല്ലയിടത്തും കിടക്കുന്നവന്മാർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ വേറെ പണിയില്ലെന്നല്ലേ ചോദിക്കാൻ പറ്റൂ. അവിടുത്തെ ജനത പറയട്ടെന്നേ. അവിടുത്തെ ജനതയിൽ ആരാ പറയുന്നത്? ഒരാളും പറയുന്നില്ല. ഞാൻ അവിടെ ചെന്നതാണ്, അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചതാണ്. ഇത് എവിടെ ഏക്കും പൂക്കും ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത കുറേ അവന്മാർ സോഷ്യൽ മീഡിയ വന്നിരുന്ന് കണ നിങ്ങൾക്ക് കമൻ്റ് അടിക്കുക. ഇത് കമൻ്റൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ? അതൊന്നും പ്രാക്ടിക്കലി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതേസമയം കഴമ്പുള്ളൊരു കാര്യം നിങ്ങൾ പറ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം. ഇപ്പോൾ സർക്കാർ 760 കോടി രൂപ പിരിച്ചു വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അഖിൽമാരോടെ നല്ല ആരോടും അവിടെ വീടിൻ്റെ കാര്യം ചോദിക്കേണ്ട. നിങ്ങൾ ഫസ്റ്റ് സർക്കാരിനോട് ചോദിക്കണം അവിടെ എത്ര രൂപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 250 കോടി രൂപ പോലും ആവശ്യമില്ല, ബാക്കി 500 കോടി കയ്യിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കും നമുക്കറിയാവുന്നവർക്കും എല്ലാം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല നിന്നോർ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചാൽ ഞാൻ നിനക്ക് ഇപ്പോൾ എണ്ണം എടുത്ത് തരും, അവിടെ എല്ലാം പോയി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ. എന്നിട്ട് പറഞ്ഞാൽ അഖിലേട്ട സഹായിച്ച ആൾക്കാരുടെ എണ്ണം ഇതൊക്കെയാണ് പറയാൻ പറ്റുമോ? അത് ചെയ്യത്തുമില്ല, ഞാനിട്ട് പറയത്തുമില്ല, എനിക്കങ്ങനെ അറിയിക്കാൻ വേണ്ട. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ മോദി സാർ ഇവിടെ വന്നിരുന്നു, അപ്പോൾ കാണാൻ പോയിരുന്നോ? എനിക്ക് സുഖമല്ല കിടക്കുമായിരുന്നു. എനിക്ക് മോദിജിയെ വെൽക്കം ചെയ്യാനുള്ള പാസ് വരെ കിട്ടിയതാണ്. പക്ഷേ പനിയായിട്ട് കിടന്നുകൊണ്ട് ഞാൻ അതിൻ്റെ കഫവും കെട്ട് ഇപ്പോഴും എനിക്കൊന്നും മാറിയിട്ടില്ല. ഓക്കെ. അതേപോലെ ഇപ്പോൾ ചേട്ടൻ സിനിമ മേഖലയിലാണെങ്കിലും നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ വിജയിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ പൊതുവെ കുറവാണ്. ഞാൻ അങ്ങനെ അത്ര സജീവമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് സിനിമ ചെയ്യാൻ സംവിധാനിക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു സബ്ജക്റ്റ് വന്നു, ഇത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിനൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വല്ലതും വന്നാൽ ചെയ്യും. അല്ലാതെ പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിച്ച് ജയിച്ചിട്ട് സിനിമയുടെ പുറകെ നടക്കുക എന്നുള്ളതല്ലോ എൻ്റെ ലോജിക്കലി ശരി. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ചേട്ടൻ ഇവിടെ തൃക്കാക്കരയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു, അഖിൽമാരാർ ജയിച്ചു കഴിഞ്ഞാൽ ലുലുമാളി കൂടെ തുണയില്ലാണ്ട് ഓടും എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി? എൻ്റെ നാട്ടിൽ ഉള്ള പേര് ഞാൻ പറയുന്ന ഒരു കക്ഷിയുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മുമ്പ് റോഡ് സൈഡിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യും. അപ്പോൾ ഇവനിതൊരു ഹരവാണ്. ഈ പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് അങ്ങനെ ചിലപ്പോൾ നാട്ടുകാരൊക്കെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് ഒരു ഉത്സവപ്പറമ്പിൽ പോയി ഇത് പരസ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനിത് പോയി ചെയ്യാം. അപ്പോൾ ഈ മനോരോഗികളെ സംബന്ധിച്ച് ഇവനിത് ചെയ്യണം. അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ കാണിക്കാമല്ലോ. അപ്പോൾ ഇവൻ്റെ ഈ സാധനം നാട്ടുകാരെ കാണിക്കാനുള്ള ഈ മനോരോഗിയുടെ ഒരു അമിതമായ താല്പര്യത്തിന് അവൻ എൻ്റെ പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്തരം മനോരോഗികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തോറ്റുതരാം. ഞാൻ തോറ്റുതരാം. ചിലപ്പോൾ ഞാൻ ജയിച്ചാൽ ഇവനത് കാണിക്കും. ഈ ക്രൂരത ജനം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തോറ്റുതരാം. അപ്പോൾ എല്ലാവരുടെ എല്ലാവിധ വിജയാശംസകളും. ഓക്കേടാ. ഓക്കെ, താങ്ക് യു.